ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും RK മോട്ടിവേറ്റ് വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാണക്യൻ ഇങ്ങനെ പറയുന്നു: ചാണക്യന് തത്വങ്ങൾ കാലാതീതമാണ്, അവ ഇന്നും പ്രായോഗികമാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് എങ്ങനെ ചെലവഴിക്കുന്നത് എന്നതിലും. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. വരുമാനം എന്തു തന്നെയായാലും അനാവശ്യ ദൂരത്ത് ഒഴിവാക്കണം. ഓരോ ചെറിയ ചെലവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ചെറിയ ചോറുകൾ പോലും വലിയ കപ്പലിന് മുക്കും എന്ന് ചാണക്യൻ പറയുന്നു. മറ്റൊരു കാര്യം കൂടി പറയുന്നു: ലാഭിക്കാൻ പഠിക്കുക. വരുമാനത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഭാവിയിലേക്ക് നീക്കിവെക്കണം. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തു തിന്നാമെന്ന പഴഞ്ചൊല്ലിന് സമാനമായ തത്വം ചാണക്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾക്കായി ഒരു എമർജൻസി ഫണ്ട് നിർബന്ധമായും സൂക്ഷിക്കുക. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ വരവും ചെലവും കൃത്യമായി രേഖപ്പെടുത്തുക. ഇത് അനാവശ്യ ഒഴുക്ക് തടയാൻ സഹായിക്കും. നിക്ഷേപങ്ങളെ പറ്റിയും ചാണക്യൻ പറയുന്നുണ്ട്. പണം വെറുതെ വെച്ചാൽ അത് വളരില്ലെന്ന് ചാണക്യൻ വിശ്വസിച്ചു. പണം പ്രവർത്തിക്കണം. അറിവുള്ള നിക്ഷേപം, അതായത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അറിവോടുള്ള നിക്ഷേപം അത്യാവശ്യമാണ്. അറിവില്ലാത്ത സമ്പത്ത് ഭാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. നിക്ഷേപിക്കുന്ന മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കച്ചവടങ്ങൾ ഒഴിവാക്കണം. വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുക. ഒരു വരുമാന സ്രോതസ്സിൽ ഒരു നിക്ഷേപത്തിൽ മാത്രം ആശ്രയിക്കരുത്. വിവിധ മേഖലകളിൽ പണം നിക്ഷേപിച്ച് നഷ്ടസാധ്യത കുറയ്ക്കുക. ദീർഘകാല കാഴ്ചപ്പാട്, അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക ആസൂത്രണം നടത്തുക. പെട്ടെന്നുള്ള ലാഭങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക. സമ്പത്ത് നേടുന്നതിൽ കഠിനാധ്വാനത്തിനും അറിവിനും വലിയ പ്രാധാന്യം ചാണക്യൻ നൽകിയിരുന്നു. അലസത ഒഴിവാക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണെന്ന് ചാണക്യൻ പറയുന്നു. അലസത കാരണം പല അവസരങ്ങളും നഷ്ടപ്പെടാം. കഠിനാധ്വാനമില്ലാതെ വലിയ വിജയം നേടാൻ കഴിയില്ല. വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുക. വിദ്യാഭ്യാസത്തേക്കാൾ നല്ല സുഹൃത്ത് വേറില്ലെന്ന് ചാണക്യൻ പറയുന്നു. സാമ്പത്തിക സാക്ഷരതയും പുതിയ കഴിവുകൾ നേടുന്നതും വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അറിവുള്ള ഒരു വ്യക്തി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു. അവസരങ്ങൾ തിരിച്ചറിയുക. അവസരങ്ങളെ അവഗണിക്കുന്നവരെ സമ്പത്ത് ഉപേക്ഷിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ചുറ്റുമുള്ള അവസരങ്ങളെക്കുറിച്ച് അറിവുള്ളവനായിരിക്കുക. അവയെ